ഇനി എത്ര നാൾ നീ ഇങ്ങനെ കഷ്ടപ്പെടും? നീ ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിന്റെ വലിയ ഓണറായി ജീവിക്കേണ്ടവനാ. നീ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യുവാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാര്യം എന്താണെന്ന് പറയേ. ശരി, നേരെ വിഷയത്തിലേക്ക് വരാം. ഈ ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സൂപ്പർ ഐഡിയ ഉണ്ട്. ഏയ്, എന്റെ കയ്യിൽ 150 ഐഡിയ ഉണ്ടായിരുന്നു, ഒന്നുപോലും വർക്കൗട്ട് ആയില്ല. അതിനൊക്കെ പോയി ശമ്പളം മൈനസ് ആയത് മാത്രം മിച്ചം. ഒരേ ഒരു ഐഡിയയും കൊണ്ട് ഉണ്ടാക്കാൻ വന്നേക്കും. എടാ ഭ്രാന്ത് പറയല്ലേ. രതീഷ് ജയിലിൽ പോയാൽ നീ എന്ത് ചെയ്യും? ഒരാൾക്കുള്ള അരി കുറച്ചിട്ട് വെക്കും. എടാ, രതീഷ് ജയിലിൽ പോയാൽ ഈ ഗ്യാങ്ങേ ഇല്ലാതാവും. പിന്നെ നീ ഫ്രീ ബേർഡ്. അതിന് ഞാൻ എന്ത് ചെയ്യണം? രതീഷിന്റെ മൊബൈല് കുറച്ചു നേരത്തേക്ക് എനിക്ക് വേണം. ഏയ്, അതെന്താടാ വാടക സൈക്കിളാണോ? അരമണിക്കൂർ നേരത്തേക്ക് എടുത്തിട്ട് വരാൻ. അവനെങ്ങാനും പറഞ്ഞാൽ കണ്ടം തുണ്ടം പെട്ടി കായലിലേക്ക് എടുത്തെറിയും. എന്നാ 1 രൂപ PCOയിൽ പോയി സമാധാനമായി ഫോൺ ചെയ്യേ. അവന്റെ ഫോൺ എടുക്കാൻ പറ്റില്ല. ഡേയ്, രക്തം ചീന്താതെ സ്വാതന്ത്ര്യം കിട്ടില്ലടാ. എടാ, നീയും അവളും കൂടി സന്തോഷമായിട്ടിരിക്കാൻ ഞാനെന്തിനാണ് രക്തം ചെയ്യുന്നത്? നിനക്ക് വേണ്ടിയല്ലേ പറയുന്നേ? നിനക്ക് കാറി പോണോ? അംബാനിയെ പോലെ നിനക്ക് വലിയ ആളാവണോ? മുംബൈയിൽ വലിയ രാജാവണോ? ഡേയ്, ഈ ഇന്ത്യ തന്നെ നിന്റെ പേര് വാഴ്ത്തിപ്പാടണ്ടേടാ. വേണം. എടുക്കാൻ പോവാ, മൊബൈൽ എടുക്കാൻ പോവാ. എന്നാ ഒരു കാര്യമുണ്ട്, നിന്നെപ്പോലുള്ള ആൾക്കാരുടെ എന്നെപ്പോലുള്ള പാവങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് മനുഷ്യ ബോംബായി മാറ്റിവിടുന്നത്. സംസാരിക്കാൻ സമയമില്ല, പോ പോ പോ.